മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ ടെക്നോളജി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ വരുന്ന ഈ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നൗഫൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലോ അതേപോലെ തന്നെ നിങ്ങളുടെ ഏത് മെസ്സഞ്ചറിലായിക്കോട്ടെ നിങ്ങൾക്ക് വരുന്ന ഇംഗ്ലീഷ് മെസ്സേജുകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് യു ഡിക്ഷണറി. യു ഡിക്ഷണറി നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് ഓഫ്ലൈനായും ഓൺലൈനായും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ മുകളിൽ കാണുന്ന ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിത് ഓഫ്ലൈൻ മോഡാണ് വേണ്ടതെങ്കിൽ ഓഫ്ലൈൻ ഡിക്ഷണറി എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ളത് ഇംഗ്ലീഷും മലയാളവുമാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള ഈ 3 ഓപ്ഷൻസുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൺലൈനായി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനത് ഡൗൺലോഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ഓഫ്ലൈനായി യൂസ് ചെയ്യണമെങ്കിൽ ഇത് 3 ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയും കൂടി ഇതിൽ ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി. 1.49 MB ആണ് ഇതിൻ്റെ വലിപ്പം. നിങ്ങൾക്ക് ഇതിവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ഓഫ്ലൈനായും ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ ലാംഗ്വേജ് വേറെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ മലയാളം സെറ്റ് ചെയ്യുക. മറാഠി, ഹിന്ദി എല്ലാ ലാംഗ്വേജും ഇതിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കിത് നേരെ തിരിച്ചാണ് വരേണ്ടത്. കാരണം മലയാളത്തിലുള്ള ഒരു മെസ്സേജ് നിങ്ങൾ ഇംഗ്ലീഷിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ സെൻറ്റർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ആവുന്നതായി കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അതേപോലെയും മലയാളം ഇംഗ്ലീഷായും നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ളത് ഇംഗ്ലീഷ് ആൻഡ് മലയാളമാണ്. അതായത് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് മലയാളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഈ 3 ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇത് 3 എനേബിൾ ആയിട്ട് കാണണം. ഇത് എനേബിൾ അല്ലെങ്കിൽ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പിൽ നിങ്ങൾക്ക് ഏത് മെസ്സേജാണോ വന്നിരിക്കുന്നത് ആ മെസ്സേജ് എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എന്നുകൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏത് മെസ്സേജാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ മെസ്സേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് നിങ്ങൾ ആ മെസ്സേജിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ അത് സെലക്ട് ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ മുകളിൽ കാണുന്ന അത് കോപ്പി ചെയ്യുന്നതോടുകൂടെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഐ ഡു സംതിങ് എന്നതിൻ്റെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ. അതിന് ട്രാൻസ്ലേറ്റ് ഇവിടെ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഏത് മെസ്സേജ് ആണെങ്കിലും നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കോപ്പി ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്കവിടെ ഹൈ ഹേറ്റ് യു, ഞാൻ നിങ്ങളെ വെറുക്കുന്നു, അതേപോലെയുള്ള എല്ലാ മെസ്സേജുകളും നിങ്ങൾക്കിവിടെ കോപ്പി ചെയ്ത് നിങ്ങൾക്ക് സെൻറ്റൻസ് ആണെങ്കിലും അതായത് 3-4 വേർഡ് ആണെങ്കിലും നിങ്ങൾക്ക് അതിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.